ഡൽഹിയിൽ ജനിച്ച് മുംബൈയിലെ ചേരികളിൽ വളർന്ന് ബോളിവുഡിന്റെ ഉന്നതിയിലെത്തിയ നടി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബോളിവുഡ് സിനിമയുടെ ക്രഷായി മാറിയ നായിക, വീനസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെട്ട നടി മധുബാല. കാമുകന്മാരാൽ വലയം ചെയ്യപ്പെട്ട മധുബാലയുടെ ജീവിതം എന്നാൽ അത്രയ്ക്ക് മധുരമുള്ളതായിരുന്നില്ല. ബാലതാരമായി ബോളിവുഡിൽ തുടങ്ങിയ താരം 50-60 കാലഘട്ടങ്ങളിൽ താരസിംഹാസനം കീഴടക്കുന്നതായിരുന്നു നമ്മൾ പിന്നീട് കണ്ടത്. ഏറെ പറയുകയും അതിലേറെ പറയാതെ പോവുകയും ചെയ്ത ജീവചരിത്രം. താരപ്രഭയുടെ തിളക്കത്തിൽ ലോകം അറിയാതെ പോയ കണ്ണീരിന്റെ കഥയും മധുവിനുണ്ടായിരുന്നു. അവസാനം 36-ാം വയസ്സിൽ അപ്രതീക്ഷിതമായി ലോകത്തോട് വിട പറയുമ്പോൾ തിരശീല വീണത് ഒരു സിനിമയ്ക്ക് മാത്രമായിരുന്നില്ല, ജീവിതത്തിലെ ശക്തമായ തിരിച്ചുവരവിന് കൂടിയായിരുന്നു. സിനിമയിലെ ഇതിഹാസ താരം മധുബാലയുടെ ജീവിതം സിനിമയാവാൻ പോവുകയാണ്. ഡാർലിംഗ് എന്ന സിനിമയിലൂടെ പ്രശസ്തി നേടിയ ജസ്മീത് കെറീനാണ് സംവിധാനം. മധുബാലയ്ക്ക് നൽകുന്ന ആദരമാണ് ഈ ചിത്രമെന്നും, എന്നാൽ മധുബാലയായി വെള്ളിത്തിരയിൽ വരാൻ കഴിവുള്ള അഭിനേത്രിയെ തിരഞ്ഞെടുക്കുക എന്നത് കടുത്ത വെല്ലുവിളിയാണെന്നുമാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. താരത്തിന്റെ കഥ സിനിമയാക്കാൻ മുൻപും ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും കുടുംബത്തിന്റെ അനുമതി ലഭിക്കാത്തത് കാരണം മുടങ്ങുകയായിരുന്നു. ഇപ്പോൾ സോണി പിക്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ്, ബ്രൂവിംഗ് തോട്ട് ലിമിറ്റഡ് എന്നീ ബാനറുകളിലാണ് സിനിമ നിർമ്മിക്കുന്നത്. മധുബാലയുടെ സഹോദരി സഹനിർമ്മാതാവുമാണ്. ലോകം പ്രണയദിനങ്ങൾ ആഘോഷിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1933 ഫെബ്രുവരി 14-നായിരുന്നു മുംതാസ് ജഹാൻ ബീഗം ദെഹൽവി എന്ന മധുബാലയുടെ ജനനം. മുംബൈ ടാക്കീസ് എന്ന വിഖ്യാത സ്റ്റുഡിയോയ്ക്കടുത്ത് ഒരു ചേരിയിലായിരുന്നു താരം വളർന്നത്. 9-ാം വയസ്സിൽ ബേബി മുംതാസ് എന്ന പേരിൽ ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 14-ാം വയസ്സിൽ മധുബാല എന്ന പേരിൽ നീൽ കമലിൽ രാജ് കപൂറിന്റെ നായികാവേഷം. പിന്നീടുള്ളത് താരത്തിളക്കത്തിലേക്കുള്ള യാത്രയായിരുന്നു. താരപ്രഭയ്ക്കും അപ്പുറം നിരവധി ദുഃഖങ്ങളിൽ കൂടെയുള്ള യാത്രയായിരുന്നു മധുബാലയുടെ ജീവിതം. 4 സഹോദരിമാർ അടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ മധുവിന്റെ തോളിലായിരുന്നു. അതേസമയം വെള്ളിത്തിരയിൽ കാമുകന്മാരാൽ വലയം ചെയ്യപ്പെട്ട മകളുടെ ജീവിതത്തെ ലക്ഷ്മണരേഖ വരച്ച് നിയന്ത്രിച്ചു നിർത്തിയിരുന്നത് പിതാവ് അത്തുള്ള ഖാനായിരുന്നു. 1951 തുടക്കത്തിൽ ബാദൽ എന്ന ചിത്രത്തിലെ സഹനടനായ പ്രേംനാഥുമായി ആദ്യ പ്രണയം. എന്നാൽ മതപരമായ ചില ഭിന്നതകൾ കാരണം വെറും 6 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രണയത്തിന്. പിന്നീട് ഏറെ ആഘോഷിക്കപ്പെട്ടതും സംഘർഷഭരിതമായതും നടൻ ദിലീപ് കുമാറുമായുള്ള പ്രണയമായിരുന്നു. വിവാഹത്തിലെത്തേണ്ടിയിരുന്ന 7 വർഷം നീണ്ട പ്രണയം ഐതിഹാസിക ചിത്രമായ മുഗളെ അസമിന്റെ ചിത്രീകരണത്തിനിടെ അവസാനിക്കുകയായിരുന്നു. മധുബാലയുടെ പിതാവിന്റെ ഇടപെടലുകളാണ് പ്രണയ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് ദിലീപ് കുമാർ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ദിലീപിനെയും മധുബാലയെയും പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഒരു ചിത്രത്തിന്റെ ലൊക്കേഷൻ മധ്യപ്രദേശിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ദൂരെയുള്ള സെറ്റിലേക്ക് മധുബാലയെ അയക്കാൻ പിതാവ് തയ്യാറായിരുന്നില്ല. മകളെ ദൂരേക്ക് അയച്ചാൽ ദിലീപ് കുമാറുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. മധുബാല ചിത്രീകരണത്തിന് എത്താത്തതിനെ തുടർന്ന് മറ്റൊരു നടിയെ നായികയാക്കിയതോടെ മധുബാലയുടെ പിതാവിന് ദേഷ്യമായി. നിർമ്മാണ കമ്പനിയെ കോടതിയിൽ കയറ്റുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. പക്ഷേ അതിനു മുൻപ് തന്നെ മധുബാലയ്ക്കെതിരെ നിർമ്മാതാക്കൾ നിയമ നടപടി സ്വീകരിച്ചു. കരാർ ചെയ്ത ചിത്രത്തിൽ നിന്ന് മധുബാല പിന്മാറിയതിനെ തുടർന്ന് ചിത്രീകരണം മുടങ്ങിപ്പോയെന്നും സാമ്പത്തിക ബാധ്യതയുണ്ടായെന്നും പരാതി നൽകി. അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് കുമാർ മധുബാലയ്ക്കെതിരെ കോടതിയിൽ മൊഴിയും നൽകി. കേസിൽ മധുബാല തോറ്റു. താരം ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അവർ പരാതി പിൻവലിക്കുകയായിരുന്നു. പിന്നീട് മുഗളെ അസമിന്റെ ചിത്രീകരണത്തിനിടെ മധുബാലയും ദിലീപ് കുമാറും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ തുടങ്ങി. പ്രണയരംഗങ്ങളിൽ തകർത്ത് അഭിനയിക്കുമ്പോഴും സംവിധായകൻ കട്ടുപറഞ്ഞാൽ പരസ്പരം മിണ്ടാതാവുകയും ചെയ്തു. അതോടെ ആ ബന്ധത്തിനും തിരശീല വീണു. പിന്നീട് ഗായകനും നടനുമായ കിഷോർ കുമാറിനെ മധു വിവാഹം ചെയ്തു. അതിനുശേഷമാണ് താരത്തെ ഹൃദ്രോഗം അലട്ടാൻ തുടങ്ങുന്നത്. അതേസമയം ആ ബന്ധത്തിലും വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. സഹായത്തിന് ആളെ ഏർപ്പാടാക്കിയിട്ട് കിഷോറും താരത്തിന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. ആശുപത്രിവാസത്തിന് ശേഷമുള്ള താരത്തിന്റെ ജീവിതം ഏറെ ദുരിതം നിറഞ്ഞതായിരുന്നു. രോഗം അല്പം ഭേദമായപ്പോൾ രാജ്കുമാറിനൊപ്പമുള്ള ചിത്രത്തിലൂടെ താരം തിരിച്ചുവരവിനൊരുങ്ങി. മാധ്യമങ്ങൾ സ്വാഗതവും ചെയ്തു. എന്നാൽ ഷൂട്ടിംഗ് ആരംഭത്തിൽ തന്നെ താരത്തിന് ബോധം നഷ്ടമായി. ആ സിനിമയുടെ തുടക്കത്തിൽ തന്നെ 1969 ഇന്ത്യൻ സിനിമയുടെ താരറാണി ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് താരത്തെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ നായികയെ തേടാൻ വെല്ലുവിളി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യൻ സിനിമയിൽ എത്രത്തോളമാണ് ആ താരത്തിന്റെ പ്രാധാന്യമെന്ന്. പ്രതീക്ഷകൾ ബാക്കി വെച്ചുപോയ ആ ജീവിതത്തിന് ഒരു ആദരവ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന സിനിമയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.